ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം സ്വാഗതം. ബ്രസീലിൻ്റെ പുതിയ ഹെഡ് കോച്ചിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. ബ്രസീലിൻ്റെ പുതിയ ഹെഡ് കോച്ചായിക്കൊണ്ട് ആഞ്ചലോട്ടി വന്നേക്കുമെന്നുള്ള വ്യാപകമായ ന്യൂസുകളുണ്ടായിരുന്നു. പിന്നീട് ആ ഡീൽ കൊളാപ്സായി എന്നുള്ള ന്യൂസും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയും ഫാബ്രിസിയോ റൊമാനോയൊക്കെ ട്വീറ്റ് ചെയ്യുകയാണ്. ഫാബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റിൽ പറയുന്നു, നിലവിൽ CBF വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും CBF താല്പര്യവും ആഞ്ചലോട്ടിയെ ഹെഡ് കോച്ചായി കൊണ്ടുവരാനാണെന്നാണ് ഫാബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റിൽ പറയുന്നത്. ഇതിനായി CBF വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും റയൽ മാഡ്രിഡുമായിട്ട് ആഞ്ചലോട്ടിക്ക് മികച്ച ബന്ധമാണുള്ളത്. റയൽ മാഡ്രിഡുമായി ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടെ റയൽ മാഡ്രിഡുമായി ആഞ്ചലോട്ടി വേർപിരിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല നിലക്ക് സോർട്ട് ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ ഹെഡ് കോച്ചായിക്കൊണ്ട് ആഞ്ചലോട്ടിയെ നിയമിക്കുവാനാണ് നിലവിൽ CBF ആഗ്രഹിക്കുന്നതെന്നാണ് ഫാബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റിൽ പറയുന്നത്. ഇത് റയൽ മാഡ്രിഡിനെ ആശ്രയിച്ചു നിൽക്കുന്നു എന്നും ഫാബ്രിസിയോ റൊമാനോയുടെ ട്വീറ്റിൽ പറയുന്നു. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു, ഇപ്പോഴും ആഞ്ചലോട്ടിയെ ഹെഡ് കോച്ചായി കൊണ്ടുവരാൻ തന്നെയാണ് ബ്രസീലിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഞ്ചലോട്ടിയെ കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബ്രസീൽ രണ്ടാമത്തെ പരിഗണനയായി കൊടുത്തിട്ടുള്ളത് ഹേവൽ പെരേരയെയാണ് ഹെഡ് കോച്ചായി കൊണ്ടുവരാനായി ശ്രമിക്കുന്നത് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓർഗെ ജീസസും ബ്രസീലിൻ്റെ ലിസ്റ്റിലുണ്ടെങ്കിലും ഇപ്പോൾ രണ്ടാമത്തെ പരിഗണനയായിട്ട് വന്നിട്ടുള്ളത് ഹേവൽ പെരേരയാണ്. ഇപ്പോൾ ബ്രസീലിൻ്റെ രണ്ടാമത്തെ കോച്ചിങ് ലിസ്റ്റ് പരിഗണനയിലുള്ള എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.